എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഈ ഒരു മീൻ അച്ചാർ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ് തയ്യാറാക്കി എടുക്കാൻ. എത്ര നാൾ വേണമെങ്കിലും ഇത് കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഇവിടെ നിന്ന് മീൻ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നത് ചൂരമീനിലാണ്. അപ്പം നെയ്മീനോ ചൂരയോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ദശക്കട്ടിയുള്ള മീനാണ് മീൻ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിവിടെ മുള്ളില്ലാത്ത ചൂര കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചൂര മീനിൻ്റെ അച്ചാർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മീൻ കഷ്ണങ്ങളിലേക്ക് ഇനി നമ്മളൊരു മസാല തയ്യാറാക്കിയിട്ട് ഒന്ന് പുരട്ടി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു കുഴമ്പ് രൂപത്തിലാക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുളകിൻ്റെ ഈ പേസ്റ്റ് നമുക്ക് മീൻ കഷ്ണങ്ങളിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണം. അപ്പോൾ ഇത് 1 മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് പുരട്ടി വെക്കുകയാണെങ്കിൽ മീൻ കഷ്ണങ്ങളിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ 1 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. കൂടുതൽ മാറ്റി വെച്ചാൽ അത്രയും നല്ലതാണ്. കൂടുതൽ മാറ്റി വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. ഇനി നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അച്ചാർ എൻ്റെ അമ്മ തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് ഈ മീൻ കഷ്ണങ്ങൾ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ക്രിസ്പി ആവുന്നത് വരെ ഇത് ഫ്രൈ ചെയ്ത് നമുക്കിത് കോരാം. അപ്പോൾ ഒരുപാട് ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു മീഡിയം പരുവത്തിൽ എടുത്താൽ മതിയാകും. ഞാനിവിടെ ഒരു മീഡിയം പരുവത്തിലാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് ക്രിസ്പി ആവുന്നത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യത്തെ സെറ്റ് വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ വറുത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മളിനി അതേ എണ്ണയിലേക്ക് നമ്മളിനി അച്ചാർ തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 കുടം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. എരിവിന് വേണ്ട പച്ചമുളകും പിന്നെ ഒരു 50 ഗ്രാം ഇഞ്ചിയും പൊടിയായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ എണ്ണ ഇതിലിപ്പം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കില്ല. മല്ലിപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഈ അച്ചാർ പെട്ടെന്ന് ചീത്തയായി പോകും. അതുകൊണ്ടാണ് മല്ലിപ്പൊടി ചേർക്കാത്തത്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി 1 കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വിനാഗിരി ചേർക്കുന്നത് ഇതിനൊരു പുളിപ്പ് കിട്ടാനും അതുപോലെ തന്നെ ഈ ഒരു അച്ചാർ കുറച്ച് നാൾ കേടാക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇനി ഒരു ചെറിയ കപ്പിൽ കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളവും പിന്നെ വിനീഗറും കൂടെ ചേർന്നിട്ട് ഇപ്പോൾ ഒരു കുഴമ്പ് പരുവത്തിലാണുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി നിങ്ങൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വിനീഗർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തിള വന്ന് കഴിഞ്ഞാലാണ് നമ്മളിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ മീൻ കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മീൻ കഷ്ണങ്ങൾ ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് ചാറൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോഴാണ് ഈ ഒരു മീൻ അച്ചാറിന് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാകുക. ഈ പുളിയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ടും വേവിക്കാവുന്നതാണ്. അപ്പം ചെറിയ തീയിലിട്ട് ഇത് അടച്ചു വെച്ച് നമ്മൾ വേവിച്ചെടുക്കാൻ പോവാണ്. ഇപ്പം നമ്മുടെ മീൻ അച്ചാറിൻ്റെ ചാറൊക്കെ വറ്റി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ കുറച്ച് ചാറ് ബാക്കിയുണ്ട്. കാരണം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ കഷ്ണങ്ങളിലേക്ക് ഈ ചാറ് നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഡ്രൈ ആയിക്കോളും. അപ്പോൾ ഇനി ഇത് അല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഇനി നമ്മൾ ഈ ഒരു അച്ചാർ നന്നായിട്ട് തണുപ്പിക്കാൻ മാറ്റി വെക്കാം. അതിനുശേഷം നന്നായിട്ട് വൃത്തിയായിട്ടുള്ളൊരു ഗ്ലാസിൻ്റെ കുപ്പിയിൽ ഇട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അച്ചാർ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. കാരണം നമ്മളിതിൽ വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. തന്നെയുമല്ല
ഇത് പുറത്തിരുന്നാൽ ഇത് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു അച്ചാർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമുക്ക് മക്കൾക്ക് കൊടുത്തു വിടാനും അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോകുമ്പോൾ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ വഴിയെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്